സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവോണ നക്ഷത്രം മെയ് 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. പ്രപഞ്ചശക്തിക്ക് തിരുവോണ നക്ഷത്ര ജാതകരോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് 7 ഓഫ് സ്വോർഡ്സ്, 7 ഓഫ് കപ്സ്, 7 ഓഫ് പെന്റക്കിൾസ്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് വോൺസ്. തിരുവോണ നക്ഷത്രക്കാർക്ക് കിട്ടിയ ടാരോ കാർഡുകൾ നോക്കുമ്പോൾ 3 ഏഴുകളുടെ കാർഡാണ്. ഇവിടെ 7 എന്ന നമ്പർ അവർക്ക് ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം പ്രതിഫലനത്തിന്റെയും ആത്മീയ വളർച്ചയുടെയും ആന്തരിക വെല്ലുവിളികളുടെയും എണ്ണമാണ്. ഈ മെയ് മാസം നിങ്ങളുടെ ഇന്നർ പവർ, നിങ്ങളുടെ തീരുമാനങ്ങളെയും ഒക്കെ പരീക്ഷിക്കുന്നതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ്. ഇവിടെ 7 ഓഫ് സോർഡ്സ് വരുമ്പോൾ ആരെങ്കിലും ഒക്കെ നിങ്ങളോട് പൂർണ്ണമായ സത്യസന്ധത പുലർത്തുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ ബുദ്ധിപൂർവമായി നീങ്ങേണ്ട വ്യക്തി നിങ്ങളായിരിക്കാം. നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് ഈ കാർഡ് ഓർമ്മപ്പെടുത്തുന്നു. എഗ്രിമെന്റ്സ്, ഗോസിപ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും മറഞ്ഞിരിക്കുന്ന ചതി എന്നിവയെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങൾ പുതിയതായി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എത്തിക്സ് സംരക്ഷിക്കുക. ഇവിടെ 7 ഓഫ് കപ്സ് വരുമ്പോൾ നിരവധി ഓപ്ഷൻസ് നിങ്ങളിലേക്ക് വരും. ചിലത് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നു, ചിലത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു. മിഥ്യാധാരണകളിലോ ദിവാസ്വപ്നങ്ങളിലോ നിങ്ങളെ നഷ്ടപ്പെടുത്താതെ ലോജിക്കലായ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായ തിങ്കിങ് ഇവിടെ ചിന്ത ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. എല്ലാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഓഫറുകളും വിചാരിക്കുന്നത് പോലെ നല്ലതായിരിക്കില്ല. കരിയറിലോ സാമ്പത്തിക തീരുമാനങ്ങളിലോ ഇത് സത്യമാവാൻ സാധ്യതയുണ്ട്. ഇവിടെ 7 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോൾ ക്ഷമയാണ് ഈ മാസത്തെ നിങ്ങളുടെ കീവേഡ് എന്നും നിങ്ങളുടെ ശ്രമങ്ങളുടെ ഫലങ്ങൾ സ്ലോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കുക. ഇപ്പോൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. വിജയം അതിന്റെ സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ലക്ഷ്യത്തിന്റെ അവസാന പടിയിലേക്ക് എത്തുമ്പോൾ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് കളയരുത്. ഇവിടെ ടെമ്പറൻസ് എന്ന കാർഡ് വരുമ്പോൾ നിങ്ങളുടെ എനർജി നോർമലൈസ് ചെയ്യുക. വികാരങ്ങളിലായാലും ജീവിതശൈലിയിലായാലും അതിരുകടന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ശാന്തമായിരിക്കാനും പ്രപഞ്ചശക്തിയുടെ സമയത്തിൽ വിശ്വസിക്കാനും ഒക്കെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ശാരീരികമോ മാനസികമോ ആയ രോഗശാന്തി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുകൂടി കാർഡ് സൂചിപ്പിക്കുന്നു. ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് അവസാനത്തെ കാർഡായി വരുമ്പോൾ മാസം അവസാനത്തോടുകൂടി നിങ്ങളുടെ ഒരു എനർജി ലെവൽ അതൊരു ഹൈ ആവുന്നത് പോലെ തോന്നലുണ്ടാക്കും. ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും ഒരു ആക്ഷൻ എടുക്കാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ ഒരു എനർജിയെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആ എനർജിയെ ഉപയോഗിക്കുക. പക്ഷെ തിരക്ക് കൂട്ടരുത്. ഇതോടെ ഈ കാർഡ് റീഡിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു.